രാജ്യത്ത് SDPI ഓഫീസുകളിൽ റെയ്ഡുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച പണം SDPIക്ക് കൈമാറി എന്നായിരുന്നു EDയുടെ കണ്ടെത്തൽ. കേരളത്തിലും വിവിധയിടങ്ങളിൽ SDPI ഓഫീസുകളിലും ED പരിശോധന നടത്തുന്നുണ്ട്. വിനീത VG, ശ്രീകാന്ത്, വിപിൻ C വിജയൻ എന്നിവർ തത്സമയ വിവരങ്ങളുമായി. ആദ്യം വിനീത VGയിലേക്ക്. വിനീത, ഇതിനു മുൻപ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിലേക്കൊക്കെ പോയ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. ആ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ ലഭിക്കുന്നുണ്ടോ? എന്താണ് ED കണ്ടെത്തൽ? തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ അത്തരം സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഈ രാജ്യവ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ പരിശോധനകൾ നടത്തുന്നത്. വിവിധയിടങ്ങളിൽ ഇപ്പോഴും റെയ്ഡുകൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം ഡൽഹിയിലെ ദേശീയ ആസ്ഥാനത്താണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. ഇത് കൂടാതെ തന്നെ ബാംഗ്ലൂരു, ഒപ്പം ചെന്നൈ, തിരുവനന്തപുരം, കേരളത്തിൽ മലപ്പുറം എന്നീ സ്ഥലങ്ങളിലും പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ കൊൽക്കത്തയിലെ ചില കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടക്കുന്നുവെന്നാണ് നമുക്ക് ED ഉദ്യോഗസ്ഥരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി വിവിധ ഇടങ്ങളിൽ ഒന്നിച്ചാണ് ഈ പരിശോധനകൾ നടക്കുന്നത്. ഒപ്പം തന്നെ കേരളത്തിലും വിവിധ യൂണിറ്റുകൾ പരസ്പരം ഒന്നിച്ചുകൊണ്ടാണ് ഈ പരിശോധനകളൊക്കെ തന്നെ ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയിൽ ചില അറസ്റ്റുകളിലേക്കടക്കം ED എത്തിയിട്ടുണ്ടായിരുന്നു. ദേശീയ അധ്യക്ഷൻ MK ഫൈസി ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ED അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്നൊക്കെ ലഭ്യമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജ്യവ്യാപകമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നത്. രാജ്യത്തെ 12 ഇടങ്ങളിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെയാണ് കേരളത്തിൽ തിരുവനന്തപുരം, ഒപ്പം മലപ്പുറം ജില്ലകളിലും പരിശോധനകൾ പുരോഗമിക്കുന്നത്. ശ്രീകാന്ത് കൂടിയുണ്ട്. ശ്രീകാന്ത്, നമുക്കിപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇത് ഗുരുതരമായ ചില കണ്ടെത്തലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പരിണിത ഫലം എന്താകാം? അനുജ, പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് തൊട്ടു മുൻപ് സമാനമായ രീതിയിൽ ചില റിപ്പോർട്ടുകൾ, അത് ഇന്റലിജൻസ് ബ്യൂറോയുടെയും EDയുടെയും ഒക്കെ റിപ്പോർട്ടുകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ചെന്നിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരുടെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചും നേതാക്കളുടെ വീടുകൾ കേന്ദ്രീകരിച്ചും വ്യാപകമായ റെയ്ഡ് രാജ്യത്തുടനീളം നടന്നു. 3ാം ഘട്ടത്തിൽ അവരുടെ നേതാക്കളെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് രാജ്യത്തെ വിവിധ ജയിലുകളിലായി മാറ്റി ആ സംഘടനയെ നിരോധിച്ചു. ഇതാണ് അവിടെ നടന്നത്. ഏതാണ്ട് അതിന് സമാനമായ കാര്യങ്ങൾ SDPIയുടെ കാര്യത്തിലും നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അത് നിരോധനത്തിലേക്ക് പോകുമോ എന്നുള്ളത് തീരുമാനിക്കേണ്ട സർക്കാരാണ്. പക്ഷേ ഇപ്പോൾ അവർ കണ്ടെത്തുന്നതും ED ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെയൊക്കെ പുറത്തുവിടുന്നതുമായ കാര്യങ്ങൾ അവർക്ക് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല പുറത്തു വരുന്നത് എന്ന് പറയേണ്ടി വരും. നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർ സ്വരൂപിക്കുന്ന പണം SDPIയിലൂടെ റൂട്ട് മാറ്റാൻ ശ്രമിച്ചു എന്ന് ED പറയുന്നു. ഹവാലയടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണമെത്തിച്ചു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു. ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു. നിയമസഹായം, കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ടെത്തി. SDPIയുടെ സാമ്പത്തിക ബുദ്ധി കേന്ദ്രം കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ദേശീയ അധ്യക്ഷൻ MK ഫൈസിയാണെന്ന് ED പറയുന്നു. MK ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ED വ്യക്തമാക്കുന്നു. അതായത് അതിഗുരുതരമായ ആരോപണങ്ങൾ ED ഉന്നയിക്കുന്നു. നിലവിൽ ഫൈസി 6 ദിവസത്തെ ED കസ്റ്റഡിയിലാണ്. കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യവ്യാപക റെയ്ഡ് നടക്കുന്നത്. റിക്കവറികൾ പലതുമുണ്ടാകും. ഇന്നോ നാളെയോ ആയി EDയുടെ ഒരു പ്രസ് റിലീസ് പ്രതീക്ഷിക്കാം. ശരി, വിപിൻ C വിജയൻ കൂടിയുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ, കേരളത്തിൽ തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മലപ്പുറത്തും പരിശോധന നടത്തുകയാണ് ED. ഇപ്പോൾ എന്തെങ്കിലും പ്രതികരണം SDPIയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? SDPIയുടെ ജില്ലാ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും പ്രതികരണമൊന്നുമില്ല. ഈ ഒരു മലപ്പുറം ടൗണിൽ തന്നെയാണ് SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇവിടെയാണ് ഇപ്പോൾ EDയുടെ റെയ്ഡ് കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സമീപത്തൊക്കെ SDPIയുടെ പ്രവർത്തകരൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. ഒപ്പം തന്നെ അവർ പ്രതികരണത്തിനും തയ്യാറായിട്ടില്ല. അല്പസമയം മുൻപ് മാത്രമാണ് ഈ റെയ്ഡിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതാണ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. CRPF ഉദ്യോഗസ്ഥരുടെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു SDPIക്ക് അത്യാവശ്യം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് മലപ്പുറം. അപ്പോൾ ഇവിടുന്ന് രേഖകൾ കണ്ടെത്തുക, മറ്റു കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഈ കള്ളപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെയ്ഡാണ് ഈ നടക്കുന്നത്. പട്ടാമ്പി സ്വദേശിയുള്ള MK ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിന് പുറകിൽ ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി പോപ്പുലർ ഫ്രണ്ടിന് വരുന്ന തുക വരുന്നുണ്ട്. അപ്പോൾ ആ പണത്തിന് SDPI ആണ് അതിൻ്റെ സ്വീകർത്താവും അതിൻ്റെ ഗുണഭോക്താവും SDPI ആണ് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലുള്ള കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുള്ള തെളിവുകൾ ലഭിച്ചതിൻ്റെ പുറത്താണ് ഇപ്പോൾ MK
DFIC അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ തെളിവുകൾ കണ്ടെത്തുക, അതിന്റെ രേഖകൾ പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ഈ ഒരു റെയ്ഡ് നടക്കുന്നത്. മലപ്പുറത്തും ഈ റെയ്ഡ് കഴിഞ്ഞ 1.5 മണിക്കൂറായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ SDPIയുടെ നേതാക്കളൊന്നും ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു കെട്ടിടത്തിന്റെ 3ാമത്തെ നിലയിലാണ് SDPIയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉള്ളത്. ഇപ്പോഴും അവിടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ യൂണിറ്റാണ് മലപ്പുറത്തെ ഈ റെയ്ഡ് നടത്തുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അവർ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങിയാൽ മാത്രമായിരിക്കും അക്കാര്യങ്ങളിൽ സംബന്ധിച്ച് ഒരു വ്യക്തത നിലവിൽ വരികയുള്ളൂ. ശരി, രാജ്യത്ത് 12 ഇടങ്ങളിലാണ് SDPI ഓഫീസുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുന്നത്. കേരളത്തിൽ തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ വിപിൻ സി വിജയൻ നൽകിയത്.